ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് മുതൽ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു സീരീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കളിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം കുറേ റെക്കോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പോയി സ്റ്റോറി ഫുള്ളായുണ്ട്. ഇപ്പോൾ നമ്മൾ വലിയൊരു സൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പോയി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാരികൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നമ്മുടെ ഈ കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ് ലാസ്റ്റ് ഗൈസ് നമ്മുടെ ചാപ്പറി ഫോണിൽ എങ്ങനെയല്ലോ മൈൻക്രാഫ്റ്റ് ഓണായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ സുഖമൊക്കെ തകടം പറഞ്ഞ കണക്കുമാണ്. കാണാൻ വന്ന ആൾക്കാരൊക്കെ നമ്മുടെ മൃഗങ്ങളെ പൂട്ടിയിട്ടേക്കുന്ന റൂമിനകത്തോട്ട് ഇടിച്ച് കയറുന്നതായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ എന്തോ മറ്റേ ചാടുന്ന എരുമയോ എന്തോ അതിൻ്റെ ആടും കാര്യങ്ങളൊക്കെ വെളിയിൽ പോയിട്ട് അതിൻ്റെ ഒരാട് മാത്രം അകത്ത് കിടക്കുന്നു. ബാക്കി എല്ലാ ജീവികളും പിന്നെയും കുഴപ്പമില്ലെന്ന് കേട്ടോ. അടി ഇമാരെ കയറാൻ ശ്രമിക്കുന്ന കേട്ട് അതിനകത്തോട്ട് കൊടുക്കണം അടി. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ഈ നമ്മൾ സൈഡിൽ ഇട്ടേക്കുന്ന സാധനം നമുക്ക് അവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കണം ഡോറിൻ്റെ ഫ്രണ്ടിൽ. അപ്പോഴും കയറില്ല എന്നാണ് ഒരു പ്രതീക്ഷ. അപ്പം നമ്മൾ ഒരു ഗോൾഡിൻ്റെ എന്തോ സംഭവം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ പോയി. ഗോൾഡിൻ്റെ സാധനം കാണുന്നില്ല. അല്ല, ഗോൾഡ് അല്ല, ഡയമണ്ട്. അതെങ്ങനെയോ കിട്ടിയതാണ്. ഇതിനകത്ത് മൊത്തം നമ്മളൊന്നും കഷ്ടപ്പെടുത്തല്ല. കുറച്ചൊക്കെ നമ്മൾ സസ്പെൻസാണ്. അത് നിങ്ങൾ എന്താ ഞാൻ ചെയ്തതെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. നമ്മൾ ഓടിപ്പോയ ആടിൻ്റെ കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് വരികയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആടിൻ്റെ കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ആടിന് കയറാക്കുന്നില്ലെന്നൊരു പ്രശ്നം വന്നത്. പിന്നെ നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ച് അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോഴാണ് ഒരുത്തൻ അപ്പുറത്തോടെ ചാടിപ്പോയിട്ട് ഞാൻ അവൻ്റെ കൂട്ടുകാരൻ വന്നപ്പോഴത്തേക്ക് അവനങ്ങോട്ട് പോയി ഡോർ വെച്ചു. ഇനിയും കാര്യങ്ങൾക്കാണ് കുറച്ച് പരിപാടികൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് വുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തീർന്നിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വുഡൊന്നും ഇല്ല. അപ്പം കുറച്ച് ദൂരത്തായിട്ട് പോയി കുറച്ച് വുഡ് വെട്ടണം. കാരണം നമുക്ക് മറ്റേ ആ സംഭവം ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്തെങ്കിലും എഴുതുക ഉണ്ടാക്കി വെക്കണം. ഇല്ലേ ഈ കാണാൻ വരുന്നവന്മാരെ അതിനകത്തോട്ട് ഇടിച്ച് കയറിയിട്ട് നമ്മുടെ സൂവിനകത്തുള്ള ജീവികളൊക്കെ ഇറങ്ങിപ്പോകാൻ നല്ലപോലെ ചാൻസ് ഉണ്ട്. ഇറങ്ങിപ്പോയിട്ടുണ്ട്. മാപ്പിളെ പിടിച്ചുകൊണ്ട് വന്ന് വിട്ടതേ ഉള്ള ഒരാളെ. അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കാണ്ട് നമുക്ക് കുറച്ച് വുഡ് നാളെ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കണം. ഒരു തട പോലെ നമുക്ക് ഫ്രണ്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇമാര് ഭയങ്കര വള്ളിയും കാര്യങ്ങളൊക്കെയാണ്. അറ്റ് ലാസ്റ്റ് നമ്മൾ വീട്ടിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ നേരെ വിട്ടാൽ മതി ഗൈസ്. അപ്പം ഇവിടെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് വെക്കണം. എന്നിട്ട് വേണം ഈ വില്ലേജർമാരെ ഒരു പാഠം. ഇനി വില്ലേജർമാർ കയറി നമ്മളെ കൊല്ലത്തുള്ളവരുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ആവശ്യത്തിന് സാധനങ്ങളുണ്ട്. നമ്മളെ അധികം റിസോഴ്സിലെത്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഒന്നും മൊത്തത്തിന് വേണ്ടി ഒറ്റയടിക്ക് നമുക്ക് ഉണ്ടാക്കാൻ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് ചെറിയൊരു കുഴപ്പങ്ങളൊക്കെയാണ്. നമ്മളെത്ര പോയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ ഇരിക്കും. കുറേ നമ്മളിങ്ങനെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് അമ്മ അങ്ങോട്ട് കയറത്തില്ലല്ലോ. നമ്മളും കാര്യങ്ങൾ നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് പുതിയൊരു ഐഡി സ്പാർക്ക് ആയത്. അപ്പം അധികം ചിലവും കിട്ടുന്നില്ലല്ലോ. അധികം ചിലവും ഇല്ല, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും കാര്യങ്ങൾ. അപ്പോൾ ഒരെണ്ണം കളഞ്ഞിട്ട് അതിൻ്റെ നടുക്കോട്ട് കാര്യങ്ങൾ എടുക്കുന്നതിന് കുറച്ചുകൂടി സേഫും കാര്യങ്ങളും. അപ്പം അധികം സാധനങ്ങൾ വേണ്ടി വരുത്തുമില്ല, വൃത്തികേടും വരുത്തില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതെങ്ങനെയുണ്ട് ഐഡിയ? ഇൻഫ്ലുവൻസും കാര്യങ്ങൾ നമ്മൾ അവസാനം അതും വെച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറേ ഡോറുകളൊക്കെ വെക്കാനും കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഷോർട്ടിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഷോർട്ടിൽ കുറച്ച് നികത്തിയിട്ട് വരാം കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് നമുക്ക് മിക്ക എല്ലാത്തിനകത്ത് നമ്മളിപ്പോൾ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
എല്ലാ ഡോറിനകത്ത് നമ്മൾ സംഭവം വെച്ച് സെറ്റാക്കി നമുക്ക് നേരെ പോയി ഉറങ്ങാം. കാരണം രാത്രിയാണ് അത് നിൽക്കുന്ന കാര്യങ്ങൾ സേഫ് അല്ല. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് ഓടിപ്പോയേക്കാം. ഇപ്പം പടം ഇപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചേക്കാം. അതായിരിക്കും സേഫ്. അപ്പോൾ ഈ വീട് വെച്ചപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ട് വെച്ച സംഭവമാണ് ഇതൊക്കെ. നമുക്ക് വിളയെടുത്ത് പുതിയ വിത്തുകൾ നമുക്ക് നട്ട് വെച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് പോയി കിടക്കുന്നതോടെ നമ്മുടെ വീഡിയോ ഞങ്ങളൊക്കെ തീരും. അപ്പോൾ മാക്സിമം കൂട്ടുക. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടെല്ലാം വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നല്ലൊരു ഡിബേഷൻ ഒരാൾക്ക് സെറ്റാക്കണ്ടേ. അപ്പോൾ മാക്സിമം കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത എല്ലാവരും മാക്സിമം ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചേക്കുക. ലൈക്ക് ചെയ്യാത്തവരെ പൂച്ച പിടിക്കും. എന്തായാലും സെറ്റ്. നമ്മളെ പുതിയ വിളയും കാര്യങ്ങളും നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി വലുതാക്കണം. നമ്മുടെ ആ ഫാം ഒന്ന് കുറച്ച് സെറ്റാക്കണം. അത് നമുക്ക് ഇനിയും ഫസ്റ്റ് എപ്പിസോഡിലേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ അത് കാണാം. ഉള്ളത് തിരിച്ച് അതിനകത്തോട്ട് വെക്കല്ലേ. അങ്ങോട്ടേക്ക് അത് നഷ്ടപ്പെടാൻ ചാൻസുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ബൈ.